കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ എല്ലാവരും നമ്മളോടും കൃത്യമായിട്ട് കാര്യങ്ങൾ അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അതിന്റെ ഫോളോ അപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് മാത്രം ഈ നാളെ രാവിലെ ഒരു 10 മണി വരെത്തേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്ന സ്ഥിതിക്ക് നമ്മൾ അറസ്റ്റ് നാളെ 10 മണിക്ക് ഉണ്ടാവും. നമ്മൾ പിന്നെ എപ്പോഴും ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് അങ്ങനെ പേടിച്ചിരുന്നിട്ടും എത്ര ദിവസം പേടിച്ചിരിക്കാൻ പറ്റും. നമസ്കാരം. ബീഥോവനെ പോലെ, മൊസാട്ടിനെ പോലെ ലോകം മുഴുവൻ അറിയപ്പെടേണ്ടിയിരുന്ന, ഭാരതത്തിലെ AR റഹ്മാനെ പോലെ, ഇളയരാജയെ പോലെ ലോകം മുഴുവൻ ആരാധിക്കപ്പെടേണ്ടിയിരുന്ന ഒരു സംഗീതജ്ഞനായിരുന്നു ബാലഭാസ്കർ. ഏതാണ്ട് 6 വർഷത്തിന് മുൻപ് ദുരൂഹമായ സാഹചര്യത്തിലാണ് ബാലഭാസ്കർ ഒരു കാർ അപകടത്തിൽ കൊല്ലപ്പെടുന്നത്. എന്നാൽ പിന്നീട് അവിടെ നിന്നോളം ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അതൊരു സാധാരണ മരണമല്ല, ഒരു അപകട മരണമല്ല, അതൊരു കൊലപാതകം തന്നെയാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളിലേക്കാണ് കേരള പൊതുബോധം ചെന്നെത്തിയത്. ഈ അപകടം നടക്കുന്ന സമയത്ത് ഈ അപകടത്തിന് ഏക ദൃക്സാക്ഷിയായ കലാഭവൻ സോബി ഇത് തന്നെയാണ് വീണ്ടും അടയാളപ്പെടുത്തുന്നത്. 6 വർഷത്തിലധികമായി, അതായത് ബാലഭാസ്കറിന്റെ ഈ അപകടം നടന്നതിന് പുറകെ തന്നെ അദ്ദേഹം ഈ അപകടത്തിന്റെ ദുരൂഹതകൾ അഴിക്കുന്നതിന് വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ആളുകളുടെ മുൻപിൽ കയറിയിറങ്ങി മൊഴി കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴൊന്നും തന്നെ സോബിയുടെ വാക്കുകൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വേണ്ട രീതിയിൽ ഗവനിച്ചോ ഇല്ലയോ എന്നുള്ളത് സംശയം തന്നെയാണ്. ഇന്നിപ്പോൾ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് അതീവ ഗൗരവതരമായ മറ്റൊരു വഴിത്തിരിവിൽ എത്തി നിൽക്കുന്നു. ബാലഭാസ്കറിന്റെ മരണം അത് കൊലപാതകമാണ് എന്ന രീതിയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്ത. അതിൽ ആദ്യത്തെ അറസ്റ്റ് ഇന്നുണ്ടാകും എന്നാണ് കലാഭവൻ സോബി ഇന്നലെ ക്രൈം ഓൺലൈൻ അനുവദിച്ച അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. കേരളത്തിൽ ഈ അടുത്തിടെ നിരവധി മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുൻ കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റേത് ഉൾപ്പെടെയുള്ള മരണങ്ങൾ ദുരൂഹ സാഹചര്യത്തിൽ സംഭവിച്ചതാണ്. അതിൻ്റെ അന്വേഷണം നടക്കുന്നു. കേസ് കോടതിയിൽ ഇരിക്കുന്നു. നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നവീൻ ബാബുവിൻ്റെ മരണത്തിൻ്റെ ദുരൂഹത അഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. അവർ സുപ്രീം കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട ഹർജിയുമായി മുന്നോട്ട് പോകുന്ന പശ്ചാത്തലമാണ് സംജാതമായിരിക്കുന്നത്. ഈ അവസരത്തിൽ തന്നെയാണ് 6 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കാർ അപകടം കൊലപാതകമാണ് എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്ന് അതിൻ്റെ പുറകെ ഇറങ്ങിത്തിരിച്ച കലാഭവൻ സോബി എന്ന ഒരു കലാകാരൻ്റെ വാക്കുകൾ ഇപ്പോൾ ആ അപകട മരണം ഒരു സാധാരണ അപകടമല്ല, അതിന് പുറകിൽ കൃത്യമായൊരു അജണ്ടയുണ്ടായിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള ആളുകളുടെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ബാലഭാസ്കറെ ഇരയാക്കുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ് സോബി ജോർജിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. എന്തായാലും സോബി ജോർജ് ക്രൈം ഓൺലൈനോട് പറഞ്ഞത് ഇന്ന് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ അറസ്റ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ്. സോബി ജോർജ് ക്രൈം ഓൺലൈനിന്റെ കറസ്പോണ്ടന്റായ അയ്യപ്പദാസുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. നമസ്കാരം. ഒരു ചെറിയ ന്യൂസ് കേൾക്കുന്നു. അതൊരു നമ്മളെ സംബന്ധിച്ച ഒരു സന്തോഷ വാർത്തയാണ്. അതുകൊണ്ടാണ് അതെ ഞാൻ വിളിക്കുന്നത്. 6 വർഷവും 3 മാസവും കഴിഞ്ഞ് ഞാൻ ഇതിന്റെ പുറകെ. അതെ നാളെ അതിനൊരു പരിസമാപ്തി ഉണ്ടാവുന്ന ഒരു 99.4% ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോ ചേട്ടാ, ഞാൻ കാര്യത്തിലേക്ക് സന്തോഷ വാർത്ത എന്ന് പറഞ്ഞതേ ഉള്ളൂ. കാര്യത്തിലേക്ക് കിടക്കുന്ന മുമ്പ് തന്നെ ചേട്ടൻ അതിന്റെ വിവരണം എനിക്ക് തന്നു കഴിഞ്ഞു. അതായത് ബാലഭാസ്കറിന്റെ മരണത്തിന് ഒരു ഏക ദൃക്സാക്ഷി താങ്കളാണ്. അപ്പോ ആ അപകട മരണത്തിനെ സംബന്ധിച്ച പ്രതികളെ ഏതാണ്ട് അതിനെ സംബന്ധിച്ച് സൂചന കിട്ടി, അറസ്റ്റ് ഉണ്ടാകും എന്നൊരു വാർത്ത കേട്ടു എന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ താങ്കൾ അത് പറയുമ്പോൾ താങ്കൾ എത്രത്തോളം അതിൽ ഇൻവോൾവ് ആണ് എന്ന കാര്യം നമുക്ക് വ്യക്തം. അപ്പോ ചേട്ടാ, പിന്നെ ചേട്ടന് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പറയാമോ? അല്ല, ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തോടെ എല്ലാവരും ഒന്ന് സഹകരിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ അറസ്റ്റ് ചെയ്തേക്കുന്ന ഏജൻസിയുടെ കർശനമായ നിർദ്ദേശമുണ്ട്. ഈ നാളെ 10 മണി വരെ ഒരു കാര്യം പുറത്തു പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എന്തായാലും നമ്മൾ ഇത്രയും നാളെ നിന്നതല്ലേ. അപ്പൊ എന്നോട് പറഞ്ഞ ആവേശം കൂടി ഒന്ന് വാർത്തയൊന്നും ആരോട് പറയുന്നുണ്ടോ എന്നുള്ള ഒരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു 24 മണിക്കൂർ താഴെ സമയമല്ലേ ഉള്ളൂ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഞാൻ പണ്ടും നിങ്ങളുടെ ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് അവസാന വിജയം ഞാൻ കൊയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടത് സത്യമുള്ളതാണ്. അതിന് ഒരു ശക്തിക്ക് വന്നിട്ടും എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ ഒന്നിനും സാധിക്കില്ല. നിങ്ങൾ താങ്കൾ നോക്കിയോ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആസൂത്രിതമായ കൊലപാതകമായിരുന്നു ഭാരതത്തിന്റെ എന്ന് ഞാൻ പറഞ്ഞതിലേക്ക് എന്നെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ബാക്കി നാളെ ആകുമ്പോഴത്തേനും നമുക്ക് അതിന് വൈകുന്നേരത്തോടുകൂടി എല്ലാ കാര്യങ്ങളും നമുക്ക് പുറത്തു വരും. ഉറപ്പായിട്ടും വരാൻ ഏജൻസി തന്നെ ഡീറ്റെയിൽ പറയും.
ഏതായാലും താങ്കളാണ് ഇതിന്റെ ഒരു സാക്ഷി എന്ന നിലയിൽ താങ്കൾക്ക് ഈ അറിയിപ്പ് കിട്ടിയിട്ട് എത്ര ദിവസമായി? അതിന്റെ സത്യാവസ്ഥ, ഇതിന്റെ മറ്റു കാര്യങ്ങൾ ഒക്കെ താങ്കൾ അറിയാൻ തുടങ്ങിയിട്ട്, ഇതിലേക്ക് എത്തുന്നു എന്ന കാര്യം അറിയാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി? ഒരു 3 ദിവസമായി കാണും. 3 ദിവസം. അപ്പൊ ഏജൻസിയുടെ പേര് താങ്കൾ പറയുന്നില്ല. എന്നായാലും ഇത് ഇപ്പൊ താങ്കൾ കിട്ടിയിരിക്കുന്ന ആ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇതിൽ എത്തിയിരിക്കുന്നതിൽ, ഈ അന്വേഷണത്തിൽ എത്തിയിരിക്കുന്നതിൽ ഒരു തൃപ്തി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പൊ ഇതുവരെ ഞാൻ സംസാരിക്കുന്ന സമയം വരെയുള്ള കാര്യത്തിൽ എനിക്ക് തൃപ്തി 100% തൃപ്തിയുണ്ട്, വിശ്വാസമുണ്ട്. അപ്പൊ ഇനിയൊക്കെ ഈ പറഞ്ഞ മാതിരി എന്താ നമ്മൾ പറയാന്ന് എനിക്കറിയില്ല. കാരണം വെച്ചാൽ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ എല്ലാവരും നമ്മളോടും കൃത്യമായിട്ട് കാര്യങ്ങൾ അവര് ഷെയർ ചെയ്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അതിന്റെ ഫോളോ അപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് മാത്രം ഈ നാളെ രാവിലെ ഒരു 10 മണി വരെത്തേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്ന സ്ഥിതിക്ക് നമ്മൾ അറസ്റ്റ് നാളെ 10 മണിക്ക് ഉണ്ടാവും. അതായിട്ട് നിന്നോ? അത് കസ്റ്റഡിയിലാണ് എന്നൊരു വാർത്ത താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഉറപ്പുമാണ് അല്ലെ? അത് ഉറപ്പാണ്. അതിനെക്കുറിച്ച് തിരിച്ചറിയലും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതെല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അത്രയും വരെ എത്തിച്ചിട്ടുണ്ട്. ഇനി ഒന്നും ഒരാളെ കൊണ്ട് ചെയ്യാവുന്ന അപ്പുറമുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 6 വർഷവും 3 മാസവും കഴിഞ്ഞു. ഇപ്പൊ 3.5 മാസമായി ഈ കേസുമായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട്. ഒത്തിരി പീഡനങ്ങളും രണ്ടുമുണ്ട്. പീഡനങ്ങളും അനുഭവിച്ചിട്ടാണ് ഞാൻ ഇവിടെ വരെ നിന്നത്. അതിന് ഞാൻ അന്നും പറഞ്ഞാണ് എത്ര കാലം നിൽക്കേണ്ട വന്നാലും ഞാൻ കണ്ട കാര്യങ്ങളിൽ നിന്ന് പുറകിലേക്ക് പോകില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനൊരു സത്യം എന്നുള്ള ഒരു സാധനം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത് വളരെ യാദൃശ്ചികമായിട്ടാണ് ഇങ്ങനെ ഒരു കയ്യിലേക്ക് ഈ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു ട്വിസ്റ്റ് തന്നെയാണ് അല്ലെ? ഒരു ട്വിസ്റ്റാണ്. ഒരിക്കലും പറ്റാത്തൊരു ടെസ്റ്റാണ്. അതിന് ആ ടെസ്റ്റിലേക്ക് നയിച്ച ഒരാളും കൂടെ ഉണ്ട്. അത് ആ ടെസ്റ്റ് അയാളുടെ ടെസ്റ്റാണത്. ആ ടെസ്റ്റ് ഞാൻ നാളെ പറയാം. ആളെ തന്നെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പുറകെ നിങ്ങൾ പോകും. അവരങ്ങനെ മറുപടി പറയില്ല. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ച് നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം. ചേട്ടൻ ഈ അടുത്തിടെ വൻ വധഭീഷണി വരെ ഉണ്ടായിരുന്നു എന്നൊരു സംസാരവും നമുക്ക് അറിയാൻ കഴിഞ്ഞു. അത് ചേട്ടനോട് വിളിച്ച് ഞാൻ ഒരു വേള ചോദിക്കുകയും ചെയ്തിരുന്നു. അത് ശരിയാണോ? അല്ല, സംസാരത്തിന്റെ അല്ല, അത് ശരിക്കും ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു സംഭവമാണ്. അതിന് നമുക്ക് ആവശ്യമായ സംരക്ഷണങ്ങൾ നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് ലഭിക്കുന്നുമുണ്ട്. പിന്നെ അതിനകത്ത് നമുക്ക് വേറെ കാര്യം, നമ്മൾ പിന്നെ എപ്പോഴും ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് അങ്ങനെ പേടിച്ചിരുന്നിട്ടും എത്ര ദിവസം പേടിച്ചിരിക്കാൻ പറ്റും നമുക്ക്? ഏതായാലും താങ്കളുടെ ശ്രമം താങ്കൾ ഇപ്പോ നമ്മോട് സംസാരിച്ചതുപോലെ തന്നെ താങ്കളെ ഒരുപാട് പീഡിപ്പിച്ചവരുണ്ട്. അപ്പോ ഇനിയൊരു സത്യം പുറത്തു വരുമെന്ന് എപ്പോഴെല്ലാം സംസാരിച്ചോ അപ്പോഴെല്ലാം താങ്കൾ പറഞ്ഞിട്ടുണ്ട്. താങ്കൾക്കൊപ്പം നമ്മളും സന്തോഷിക്കുന്നു. നമുക്ക് നാളെ 10 മണി വരെയോ അതോടൊപ്പം കേരളത്തിലെ എല്ലാ ജനങ്ങളും അതെ മാധ്യമങ്ങള് കറക്റ്റ് ഇപ്പൊ രണ്ടാമത്തെ ഈ അർജന്റ് അറസ്റ്റ് വന്നപ്പോ സാറ്റലൈറ്റ് പയ്യെ മാറി നിന്നെങ്കിലും സോഷ്യൽ മീഡിയ സജീവമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നതാണ്. അപ്പൊ സോഷ്യൽ മീഡിയക്കും സാറ്റലൈറ്റ് ചാനലുകൾക്കും ഒക്കെ ഞാൻ പ്രത്യേകം നന്ദി പറയണം. ബാക്കി ഞാൻ നാട്ടിലില്ല. അപ്പൊ ഞാൻ നാളെ രാത്രി തിരിച്ചെത്തുള്ളൂ. ശനിയാഴ്ച ഒരു പത്രസമ്മേളനം അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഞങ്ങൾ നോക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഇടയ്ക്ക് അപ്ഡേറ്റ് ചെയ്തോളാം കേട്ടോ.